പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് പ്രവിത. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ ഞാൻ പഠിച്ചതെല്ലാം ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. അപ്പോൾ എനിക്ക് ഈശോയെ നല്ല പരിചയമാണ്. ഓരോ ദിവസവും ഈശോയുടെ അടുത്ത് അവിടുത്തെ ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കാതെ ഒന്നും ഞാൻ ക്ലാസ്സിൽ പോകുന്നതല്ല ഒരാളല്ല. ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ പഠിച്ചു വന്നത്. പക്ഷേ എങ്കിലും എനിക്ക് ചാപ്പലിൽ പോയി ഈശോയെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം, അവിടെ ബൈബിൾ വചനം വെച്ചിട്ടുണ്ട്, വചനം എടുത്ത് പ്രാർത്ഥിക്കാതെ ഞാൻ ഒരിക്കലും ക്ലാസ്സിൽ പോകാറില്ലായിരുന്നു. പ്രാർത്ഥനയിൽ എപ്പോഴും അവിടെ കോൺവെൻറ്റ് സ്കൂളായത് കാരണം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ധ്യാനങ്ങളെല്ലാം ഞാൻ കൂടാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മെയ്യിൽ എനിക്കൊരു ഇയർ ബാലൻസ് പ്രോബ്ലം ഉള്ള ഒരാളാണ്. എനിക്ക് ലോ പ്രഷർ ഉണ്ട്. അപ്പം ഞാൻ തലകറക്കത്തിന് എപ്പോഴും ENT ഡോക്ടറിനെ കാണിച്ച് മരുന്ന് നിരന്തരം കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മെയ്യിൽ ഒരു തലകറക്കം വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. ഈ തലകറക്കം വരണതിന് തൊട്ട് മുമ്പ് എനിക്ക് തലകറക്കം വന്നിട്ട് ഞാൻ എറണാകുളത്ത് ഞാൻ സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷ് ഡോക്ടറിനെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു എനിക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഇയർ ബാലൻസ് എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ വന്നപ്പോൾ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ മാറിയതുകൊണ്ട് തന്നെ CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തലകറക്കം അന്നേരം കുറച്ച് മരുന്ന് കഴിച്ച് എനിക്ക് മാറി, എക്സസൈസും പറഞ്ഞ്. പക്ഷേ ഈ മെയ്യിൽ ഇതുപോലെ വന്നിട്ട് എനിക്ക് ഒരു തരത്തിലും എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. മരുന്ന് 2 നേരം കഴിച്ച് നല്ല സെഡേഷനാണ്, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഞാൻ ഒരു PSC പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓരോ ദിവസം അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഓരോ ദിവസം നമുക്ക് തരും. അതൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കിടക്കെ ഞാൻ അമ്മയുടെയും ഈശോയുടെയൊക്കെ ആരാധന ഗാനങ്ങൾ ഫോണിൽ കേൾക്കും. അപ്പം ഞാനിങ്ങനെ ചരിഞ്ഞ് കിടക്കണം. എനിക്കിങ്ങനെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇത്രേ എനിക്ക് ചരിയാൻ പറ്റുള്ളൂ. നിവർന്ന് പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഫോണിൽ ഇങ്ങനെ ഇത് എടുത്തപ്പോൾ, പാട്ട് വെക്കാൻ വേണ്ടി എടുത്തപ്പോൾ എനിക്ക് കൃപാസനത്തിൽ ഒരു ഷോർട്ട് വീഡിയോ ആണ് വന്നത്. സാക്ഷ്യത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ. അതിൽ കോട്ടയത്തുള്ളൊരു സഹോദരനാണ് അത് സാക്ഷ്യം പറയണത്. പുള്ളി പറയണത് ഞാൻ PSC ഒരു സ്റ്റുഡൻ്റാണ്. എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ ഉള്ള സാഹചര്യങ്ങൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് 2nd റാങ്ക് കിട്ടി. അപ്പം ഞാനിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം എനിക്ക് മനസ്സിന് നല്ല സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. മെൻ്റൽ ഡിപ്രഷനെല്ലാം എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് വന്നാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്ന്